ഹായ് എവ്രിവൺ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പം ഞാൻ ഹൈദരാബാദിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു മോനുണ്ട്. അപ്പം ആ ഒരു ടൈമിലുണ്ടായ ഒരു സ്റ്റോറിയാണ്. അതായത് ഏകദേശം ഒരു 5 മന്ത് ബാക്ക്. അപ്പം ഞാന് പൊതുവേ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടാണ് പിറ്റേന്നത്തെ ദിവസത്തേക്കുള്ള കാര്യങ്ങളും പ്രിപ്പറേഷനും ഒക്കെ ചെയ്യുക. അപ്പോൾ അന്ന് രാത്രി അലക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് ഇങ്ങനെ ടെറസിലോട്ട് പോവാണ്. ടെറസിലെത്തി ആറിയിടാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഇപ്പൊ ചോദിച്ച കാര്യങ്ങളൊന്നും അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അയാളിങ്ങനെ എന്നെപ്പറ്റി അറിയാനുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യണത്, എൻ്റെ പേരെന്താണ്, പിന്നെ അതേപോലെ തന്നെ എത്ര കാലമായി ഇവിടെ, അങ്ങനെയുള്ള നോർമൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ നോർമലി ആൻസർ ചെയ്തു. കാരണം ഇങ്ങനെ ഞാൻ അങ്ങനെ ഒരു ഇതാണ്, എനിക്കത് ഫുള്ളി ഇഗ്നോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആൻസർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആറിയിട്ടതിന് ശേഷം ഞാൻ എന്നാ ഓക്കെ പിന്നെ കാണാന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ തിരിച്ചിങ്ങനെ വരുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് വിളിച്ചു എന്നെ. ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്പർ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അയാളെ ലിറ്ററലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും ടെറസിൻ്റെ മുകളിൽ പിറ്റേന്ന് 11:30, സമയം 11:30 ആയിരുന്നു. അപ്പോഴാണ് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്പർ നമ്മൾ ഇപ്പം ഞാൻ എന്തായാലും തരുന്നില്ല. പിന്നെ എപ്പോഴേലും നമുക്ക് ഇടയിൽ വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ മൂപ്പര് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പിന്നെ അയാൾ എന്നെ വിളിച്ചു. ഇപ്പം ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ എന്നാൽ നമ്പർ വേണ്ട, നാളെ ഈ ഒരു സമയത്ത് തന്നെയല്ലേ ഇവിടെ വരാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. ഐ ഫെൽറ്റ് എന്താ പറയുക, കോൾഡ് ഷിവേഴ്സ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ഡിഫറെൻറ്റ് ടൈമിലാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ബക്കറ്റ് എടുത്തിട്ട് ഞാൻ ഓടി. അങ്ങനെ താഴെ എത്തി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു മണി 12:45 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം പെട്ടെന്ന് ഒരു കോളിംഗ് ബെൽ. അപ്പം ഞാനിങ്ങനെ ഈ ഒരു സമയത്തൊക്കെ ഇപ്പം ആരാ? അതായത് ഇപ്പം ഞാനും മോനും ഒറ്റയ്ക്കാണുള്ളത്. അപ്പം അങ്ങനെ ആരും വരാനൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എനിക്ക് ഡോർമേൽ ഒരു പീപ്പിംഗ് ഹോൾ ഉണ്ട്. എനിക്ക് കാണാൻ പറ്റും ആരാന്ന്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ അയാളാണ്. ടെറസിൻ്റെ മുകളിൽ നിന്ന് കണ്ട ആള്. അപ്പോൾ ഞാൻ നല്ല ടെൻസ്ഡായി. ഇയാളെന്താ ഈ നേരത്തെ ഇവിടെ? അപ്പം ഞാൻ പിന്നെ ടൈം നോക്കി കൺഫേം ചെയ്യാൻ. അപ്പോൾ 1 മണി 1:15 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ബേജാറായി. ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ എൻ്റെ ഫ്രണ്ട് സ്റ്റിൽ ലൈനിലുണ്ട്. അപ്പം ഞാൻ ഓൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കണ്ട് ഒരാളിങ്ങനെ വന്ന് ബെല്ലടിക്കുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, "ഈ തുറക്കണ്ട, ഒന്നും പറയണ്ട, ജസ്റ്റ് ആക്ട് ആസ് ഇഫ് യു ആർ നോട്ട് ദെയർ." അപ്പം ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ചുകൂടെ പരിപാടികളുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് കിച്ചണിൽ വന്ന സമയത്ത് അയാൾ പിന്നെയും ബെല്ലടിച്ചു. പിന്നെയും ബെല്ലടിച്ചു. പിന്നെയും ബെല്ലടിച്ചു. അങ്ങനെ ഒരു 6 തവണ അയാൾ ബെല്ലടിച്ചു. അപ്പോഴേക്കും നമ്മൾ ഡോറ് തുറക്കുന്നില്ല. ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മളെ പുറത്തിങ്ങനെ ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് തുറക്കാൻ വേണ്ടിയിട്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ? പ്രത്യേകിച്ച് ഹൈദരാബാദിൽ, മീൻസ് ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ അയാളെ ലൊക്കാലിറ്റിയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ സാധനങ്ങളൊക്കെ വരും. ഞാൻ പോയി നോക്കി. അങ്ങനെ ഒരു അരമണിക്കൂർ സോളിഡ് ഹാഫ് ആൻ അവർ അയാൾ എൻ്റെ റൂമിൻ്റെ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുറന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അയാളെ മീറ്റ് ചെയ്തില്ല ഫോർ 1 വീക്ക്. അങ്ങനെ പിറ്റേന്ന് എൻ്റെ ഒരു കസിൻ നാട്ടിൽ നിന്ന് വന്നു. എൻ്റെ ഒരു ലൈക്ക് എൻ്റെ അമ്മൂൻ്റെ മോൻ നാട്ടിൽ നിന്ന് വന്നു. അപ്പോൾ വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ രാത്രി നടക്കാനിറങ്ങി. നടക്കാനൊക്കെ ഇറങ്ങി ഞാനിങ്ങനെ ലൊക്കാലിറ്റിയൊക്കെ കാണിച്ചു കൊടുത്തു. ഞങ്ങളിങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ്. നോക്കുമ്പോൾ അന്ന് ടെറസിൽ നിന്ന് കണ്ട ആളാണ്.